നമസ്കാരം. നമ്മുടെ കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ ഏതാണ്ട് മുൻനിരയിൽ നിൽക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആൾക്കാർ ഉത്തർപ്രദേശിലെ ഹത്രാസിൽ അറസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ ഓരോരുത്തരും കണ്ടു. ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ പല രീതിയിൽ സമീപിക്കുന്നത് കണ്ടു. ഒന്ന്, കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഡൽഹിയിലെ സെക്രട്ടറി സിദ്ദിഖ് കാപ്പൻ അറസ്റ്റിലായ കൂട്ടത്തിലുണ്ട്. അതിനുശേഷം സിദ്ദിഖ് കാപ്പൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡൽഹി ഓഫീസ് സെക്രട്ടറി ആണ് എന്ന് വാർത്തകൾ വന്നു. അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾക്ക് ഹത്രാസിൽ വലിയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു ഉദ്ദേശമെന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. കൂടാതെ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നും, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് മൗറീഷ്യസിൽ നിന്നും 100 കോടി രൂപ പോപ്പുലർ ഫ്രണ്ടിന് കിട്ടിയെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായിട്ട് പറയുന്ന അതേ കാര്യമാണ് വീണ്ടും ആവർത്തിക്കുന്നത്. സിമി മുതൽ ഐസിസ് വരെയുള്ള ആ സംഘടനകൾ, ജിഹാദി ഭീകരവാദി സംഘടനകളുടെ മാനസികാവസ്ഥയിൽ വളരെ വ്യക്തമായിട്ട് ഒന്നിച്ച് ചേർന്ന് ഇതേ കണ്ണികളിൽ ഒന്നിച്ച് ചേർത്ത് വെക്കുമ്പോൾ അതിന്റെ പേരാണ് പോപ്പുലർ ഫ്രണ്ട്. കാരണം പോപ്പുലർ ഫ്രണ്ട് ഇന്ന് ഐസിസിന്റെ ഇന്ത്യൻ പതിപ്പ് എന്നുള്ള നിലയിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. കാരണം ഐസിസ് ഒരു ഭീകരവാദ സംഘടനയാണ്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ISIS ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന് ലോകം മുഴുവൻ മാനവികതയെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനെ എതിർക്കുന്നതാണ്. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് എന്താണോ ഭാരതത്തിന് 13-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു, 17-ാം നൂറ്റാണ്ടിൽ നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് 1947 നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെടലുകളുടെ 90കളിൽ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുങ്ങി കശ്മീരിൽ. അങ്ങനെ ഭാരതത്തിനെ വിഭജിക്കുകയും ഭാരതത്തിനെ വീണ്ടും രാജ്യം എന്നുള്ള നിലയിൽ ഇല്ലാതാക്കുകയും ഭാരതത്തിന്റെ അടിസ്ഥാന ജനവിഭാഗമായ ഹിന്ദു സമൂഹത്തെ വിഭജിച്ചും ആക്രമിച്ചും കൊലപ്പെടുത്തിയും കൊള്ള നടത്തിയും ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഏറ്റവും പുതിയ രൂപമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. കാരണം നമ്മളിതിനെ വളരെ ചെറിയ രീതിയിൽ കാണുന്നത് കൊണ്ടാണ്. കേരള പത്രപ്രവർത്തക യൂണിയന്റെ സെക്രട്ടറി ISISുമായിട്ട് ബന്ധപ്പെട്ട, ISISൽ പോയ കേരളക്കാർ ബന്ധപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്, അതായത് ISISൽ പോയതിൽ പോപ്പുലർ ഫ്രണ്ടിൽപ്പെട്ട ആൾക്കാരുണ്ടെന്നുള്ളത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചതാണ്. അങ്ങനെയുള്ള സംഘടനയായിട്ട് ബന്ധപ്പെട്ട ആളാണ് എന്ന് പത്രപ്രവർത്തക യൂണിയന്റെ ഡൽഹി സെക്രട്ടറി എന്നുള്ള കാര്യം ഈ ലോകത്തിന് ഒരു വലിയ ആപത്കരമായ സൂചനയാണ് നൽകുന്നത്. അതായത് ഡൽഹിയിലെ പത്രപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസ് സെക്രട്ടറി ആണെങ്കിൽ ഇതേ സിദ്ദിഖ് കാപ്പൻ ഈ നാട്ടിലെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെ എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടികളിൽ പോലും യഥേഷ്ടം കയറിയിറങ്ങുന്ന ആളാണ്. ഒരുപക്ഷെങ്കില് നാളെ ഇങ്ങനെ ഒരാൾ ISISന് വേണ്ടിയിട്ട് ഇസ്ലാമിക് ജിഹാദിന്റെ പേര് പറഞ്ഞ് ചാവേറായിക്കൊണ്ട് ഈ നാടിന്റെ ഉന്നത സ്ഥാനത്തുള്ള ആളുകൾക്കെതിരെ നീങ്ങിയാൽ അതിശയപ്പെടാനില്ല. പക്ഷെ ഇതിനെ ഒന്നും അപലപിക്കാനോ അതിനെതിരെ ഒരു വാക്ക് പറയാനോ ഈ മാധ്യമങ്ങൾക്കും കേരളത്തിലെ ഇടതുപക്ഷത്തിനും സോക്കോൾഡ് മതേതരവാദികൾക്കും രാഷ്ട്രീയക്കാർക്കും സാധിക്കുന്നില്ല. അതിനെ എതിർക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവരുടെ മനസ്സിന്റെ ഉള്ളില് ഈ നാടിനോടുള്ള കൂറ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഈ മൗനം. ഇപ്പൊ ഹത്രാസിൽ കലാപം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പരീക്ഷണശാലയാണ്. പോപ്പുലർ ഫ്രണ്ട് ഹത്രാസിനെ ഒരു പരീക്ഷണശാലയാക്കുക എന്നുള്ള ഡൽഹി കലാപത്തിലുണ്ടായിരുന്നു. CAA പ്രക്ഷോഭത്തില്, അതായത് പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രക്ഷോഭത്തില്
ISISന്റെയും മറ്റ് സലഫി ഇസ്ലാമിക സംഘടനകളുടെയും പൈസ വിദേശത്തു നിന്ന് ഉൾപ്പെടെ സ്വീകരിച്ച് കലാപം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തതിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിലെ ലക്ഷ്യം വെക്കുന്നത്, ഭാരതത്തിലെ 22 സംസ്ഥാനങ്ങളിലെ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വെക്കുന്നത് SDP എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയാണ് ഹിന്ദുക്കളിൽ ദളിതരായ ആളുകളെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ കൊണ്ടുവന്ന് ദളിത് മുസ്ലിം ഐക്യമാണ്, ദളിതരെ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞ് ഉള്ള ക്യാമ്പയിൻ നടത്തിയത്, ആ രീതിയിൽ വിഭജിക്കാൻ ശ്രമം നടത്തിയത് അതേ ആളുകള്, അതായത് 600 വർഷക്കാലം മുഗളന്മാർ ഭരിച്ചപ്പോഴും കഴിഞ്ഞ കുറെ വർഷക്കാലം രാഷ്ട്രീയക്കാരും പിന്നീട് മുസ്ലിം ലീഗിന് നിന്നുകൊടുത്ത് ഈ നാടിനെ വിഭജിച്ചപ്പോഴും അവര് പിന്തുടർന്ന അതേ വിഭജന തന്ത്രമാണ് ഹിന്ദുവിനെ വിഭജിച്ച് ഈ നാടിനെ ഇല്ലാതാക്കിയിട്ട് ഈ നാടിനെ ഇസ്ലാം വൽക്കരിക്കാമെന്ന് സ്വപ്നം കാണുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. എന്നു മുതലാണ് ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കും വിശ്വാസികൾക്കും ഒക്കെ ദളിതരോട് സ്നേഹം തുടങ്ങിയത്? നിങ്ങള് ശരിക്കു പോയിട്ട് കണക്കെടുത്താല് ഈ കഴിഞ്ഞ 800 വർഷക്കാലമായിട്ട് ഇസ്ലാമിക ആക്രമണകാരികള് ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കൊള്ളയടിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തിയിട്ടുള്ളതും ഈ നാട്ടിലെ പാവപ്പെട്ട ദളിതരെയാണ്. ദളിതൻ എന്നാണ് കാഫിർ എന്നുള്ള ലിസ്റ്റിൽ നിങ്ങൾ മാറ്റിയത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഇസ്ലാമിക വിശ്വാസത്തില് വിശ്വസിക്കാത്തവരെല്ലാവരും കാഫിറാണെന്നും അവരെ കൊന്നുകളയണമെന്ന് വിശ്വസിക്കുന്ന ISന്റെ പ്രത്യയശാസ്ത്രം, അങ്ങനെ വിശ്വസിക്കുന്ന ഇസ്ലാമിക ജിഹാദി പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രം ദളിത് സ്നേഹം പറയുമ്പോൾ ഈ ദളിതർ എന്ന് പറയുന്ന വിഭാഗത്തെ നിങ്ങൾ കാഫിർ എന്ന് പറയുന്നത് മാറ്റി നിർത്തിയോ? അങ്ങനെയാണെങ്കിൽ എഴുതി വെച്ച പുസ്തകം വീണ്ടും തിരുത്തേണ്ടി വരും, അതിനാർക്കും അവകാശമില്ലെന്ന് പറഞ്ഞിട്ടാണ് അന്ത്യപ്രവാചകൻ പോയത്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഉദ്ദേശം രാഷ്ട്രീയമല്ല. പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ഡൽഹി കലാപത്തിലായാലും, അത് എവിടെയെങ്കിലും നടക്കുന്ന ബലാത്സംഗത്തിന്റെ പേരിൽ നിന്നൊക്കെ വ്യാജ കഥകളുടെ പേരിലായാലും, അതുപോലെ കേരളത്തിലെ ഓരോ സമയത്ത് നടക്കുന്ന വാട്സപ്പ് ഹർത്താലുകളുടെ പേരിലായാലും, മാറാട് കൂട്ടക്കൊലയുടെ പേരിലായാലും, കേരളത്തിലെ 22ഓളം ഹിന്ദു സംഘടനാ പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ പേരിലായാലും, ഏത് സ്ഥലത്ത് നോക്കിയാലും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഭാരതത്തിലെ ഇസ്ലാമിക തീവ്രവാദ ചിന്താഗതിക്കാർക്ക് ഒത്തൊരുമിച്ച് ഒരേ പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഈ നാട്ടിലെ ദേശീയ സമാജമായിട്ടുള്ള ഹൈന്ദവ സമാജത്തിനും ദേശഭക്തർക്കും അതുപോലെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും പൂർണ്ണമായിട്ടും വലിയ ഭീഷണിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളതിനകത്ത് എനിക്ക് അതിശയമൊന്നുമില്ല. പോപ്പുലർ ഫ്രണ്ട് ഹിന്ദുക്കളെ വിഭജിക്കാൻ ശ്രമിക്കുന്നതിനോ ഹിന്ദുക്കളെ കൊല്ലാൻ ശ്രമിക്കുന്നതിനോ ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതോ പോപ്പുലർ ഫ്രണ്ട് നയമായിരിക്കും. അവർ വിശ്വസിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ ചിന്താഗതിയുടെ ഭാഗമായിരിക്കും. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങളെ കണ്ടിട്ട് മൗനം നടിക്കുന്ന ഇടതുപക്ഷക്കാരനെയും രാഷ്ട്രീയക്കാരനെയും കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അതായത് KEN പറയുന്ന വാക്കുകൾ, അതായത് 5ാം യുക്തിവാദം വരുമ്പോ അതിനകത്ത് വലതുപക്ഷത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക തത്വചിന്തയുടെയും സംഘടനകളുടെയും കൂട്ട് നമ്മൾക്ക് വേണം എന്ന് പറയുന്ന ഈ നാട്ടിലെ കപട ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഉൾപ്പെടെ വർഗീയവാദി ഇസ്ലാമിക വർഗീയവാദികൾ ചെയ്യുന്നതെല്ലാം കണ്ടില്ലെന്ന് നടിച്ച പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ കപട മതേതരവാദികൾ ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ നാട്ടിൽ ഉയർന്നു വരുന്ന ഹൈന്ദവ സ്വാഭിമാനത്തിനെയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന മാറ്റങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഹോൾസെയിൽ ഏജന്റായിട്ട് ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനാണ്. പോപ്പുലർ ഫ്രണ്ടിന് ഖത്തറിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രട്ടേണിറ്റി ഫോറം എന്നുള്ള പേരിൽ സൗദി അറേബ്യയിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ സ്വീകരിക്കുന്ന സംഭാവനകളും ഹവാലാപ്പണവും കൂടാതെ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരും പൈസ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രാഷ്ട്രത്തില് അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണോ മംഗലാപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട യൂസഫ് ഇസുബുവിനെ അറസ്റ്റ് ചെയ്തത്, അവിടുത്തെ കലാപങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാനിയായ യൂസഫ് ഇസുബു നാട് വിട്ടിട്ട് തിരിച്ചു വന്ന് ബാംഗ്ലൂരില് സൗത്ത് ഇന്ത്യയിലെ നക്സൽ സംഘടനകളുമായിട്ട് ഇസ്ലാമിക നക്സൽ
കൂട്ടായ്മയിലൂടെ രാജ്യത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് നക്സലുകൾക്ക് 50 ലക്ഷം രൂപ കൈമാറുന്ന സമയത്താണ് യൂസഫ് ഇസുബു അറസ്റ്റിലാവുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെല്ലാം സംരക്ഷിക്കുകയും ചിറകിനടിയിൽ ഒളിപ്പിക്കുകയും അതിനുവേണ്ടി SDP എന്നുള്ള പേരിൽ രാഷ്ട്രീയ പാർട്ടിയുടെ മേലങ്കി അണിയുകയും സിദ്ദിഖ് കാപ്പനെ പോലെ ഏത് വലിയ നേതാവിന്റെ പത്രസമ്മേളനത്തിലും കയറി ചെല്ലാൻ, ഏത് ഓഫീസിലും കയറി ചെല്ലാനും വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തനത്തിനെ മറയാക്കിക്കൊണ്ട് ISIയുടെ പണം പറ്റിക്കൊണ്ട് ഐസിസിന്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഭാരതത്തില് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വലിയ ശൃംഖലയാണ് ഈ ഇസ്ലാമിക ഭീകരവാദികള്, ജിഹാദികള് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമല്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹപരമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ 100% രാജ്യദ്രോഹപരമാണ്. വളർന്നു പന്തലിച്ച് ഭാരതത്തിലെ ഇസ്ലാമിക രാജ്യമാക്കുന്നതിനും ഇസ്ലാമിക ജിഹാദി ഭീകരതയ്ക്ക് അടിയറവ് വെക്കുന്നതിനും വീണ്ടും ഈ രാഷ്ട്രത്തെ പൂർണ്ണമായിട്ടും വിഭജിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള തന്ത്രമാണ്, അതിന്റെ പരീക്ഷണശാലയാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പരീക്ഷണശാലയായിരുന്നു പൗരത്വ ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭം. അതിന്റെ പരീക്ഷണമായിരുന്നു ഡൽഹിയിൽ നടന്ന കലാപം. അതിന്റെ പരീക്ഷണമാണ് ഇപ്പോൾ ഹത്രാസിൽ കാണുന്നത്. അതായത് പെട്ടെന്ന് അജിറ്റേറ്റഡ് ആകുന്ന, പെട്ടെന്ന് വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗമായിട്ട് മുസ്ലിം സമുദായത്തെ മാറ്റിക്കൊണ്ട് അതിനോടൊപ്പം ദളിത് സമുദായത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള കള്ള വ്യാജ പ്രചരണങ്ങള് പടച്ചു വിട്ടുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണമായിക്കൊണ്ട് ഈ രാഷ്ട്രത്തിനെ എന്നേക്കുമായിട്ടുള്ള ഒരു വലിയ വിപത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ സംഘടനകൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ മറയിലെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഇസ്ലാമിക ജിഹാദി ഭീകരവാദം മനസ്സിലും ഹൃദയത്തിലും നരമ്പിലും വാക്കുകളിലും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ രാഷ്ട്രത്തിലെ രാഷ്ട്രീയക്കാരെ ഉപയോഗിക്കുകയും ജനങ്ങളെ പറ്റിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നാട്ടിലെ ദേശീയ ഹൈന്ദവ സമാജത്തിനെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു പദ്ധതിയെ നമ്മൾ തിരിച്ചറിയണം. ഈ പദ്ധതിയെ നമ്മൾ തിരിച്ചറിയണം. ഇതിനെതിരെ ശബ്ദം ഉയർത്തണം, എഴുന്നേറ്റ് നിൽക്കണം, പോരാടി പരാജയപ്പെടുത്തണം. കാരണം ഈ രാഷ്ട്രം ഇനിയും വിഭജിക്കപ്പെട്ടാൽ അന്നേരവും അത് ആരുടെ കീഴിലാണോ, ഇനി മതം മാറിയിട്ടാണെങ്കിലും എനിക്ക് മന്ത്രിസ്ഥാനം മതി എന്ന് മാത്രം വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാര് ഈ നാടിനെയോ ഈ നാടിനെ സ്നേഹിക്കുന്ന ഹൈന്ദവ സമാജത്തെയോ രക്ഷിക്കില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മാവകാശമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ധാർമ്മികമായിട്ടുള്ള അവകാശമാണ്. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഈ രാഷ്ട്രത്തിൽ നടക്കുന്ന അക്രമത്തിനും അരാജകത്വത്തിനും അതുപോലെ രാജ്യദ്രോഹ പ്രവർത്തനത്തിനും ലവ് ജിഹാദുകൾ കുടപിടിക്കലും മുതൽ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി എന്നാൽ അവരെ ഈ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തലാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും നോക്കിക്കണ്ട് മനസ്സിലാക്കി അതിനെ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തലാണ് അതിന്റെ ഏക പരിഹാരം. ആ പരിഹാരം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ദേശീയ സമാജം തയ്യാറാവണം. അല്ലെങ്കിൽ നമ്മുടെ തലമുറ നമ്മുടെ കൺമുന്നിൽ എങ്ങനെയാണോ നമ്മുടെ മുൻ തലമുറയുടെ കൺമുന്നിൽ ഈ രാഷ്ട്രം വിഭജിക്കപ്പെട്ടത്, അതേപോലെ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ തലമുറയുടെ കൺമുന്നിൽ ഈ രാഷ്ട്രം വീണ്ടും വിഭജിക്കപ്പെടും. അത് മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെടും. അതിന് ഇട കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. ഇനിയൊരു വിഭജനം താങ്ങാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രം തയ്യാറല്ല, ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന സമാജം തയ്യാറല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗം ഇങ്ങനെയുള്ള ഇസ്ലാമിക ജിഹാദി രാജ്യദ്രോഹികളെ അത് മാധ്യമ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും സേവന രംഗത്തായാലും പരിപൂർണമായിട്ടും ഒറ്റപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം. എനിക്ക് കേരള പത്രപ്രവർത്തക യൂണിയന്റെ ആൾക്കാരോട് പുച്ഛമാണ് തോന്നുന്നത്. പുച്ഛം. നിങ്ങൾക്ക് ഈ രാഷ്ട്രത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന ഈ രാഷ്ട്രത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന രാജ്യസ്നേഹത്തിൽ അഖണ്ഡതയിലൊക്കെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ സിദ്ദിഖ് കാപ്പനെ പോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏജന്റിനെ, ISIയുടെ ഏജന്റായിട്ട് സംശയിക്കപ്പെടുന്ന ആളെ, ഐസിസിന്റെ ചിന്താഗതി മനസ്സിൽ കൊണ്ടു നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളെ എന്തിനാണ് നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്യുന്നത്, പിന്തുണയ്ക്കുന്നത്, അയാൾക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നത്? ഈ നാട്ടിൽ പട്ടിണി കിടക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. ഈ നാട്ടിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകന്റെ ജാതിയും കുലവും രാഷ്ട്രീയവും ഒക്കെ നോക്കി പെരുമാറുന്ന കേരള പത്രപ്രവർത്തക യൂണിയന് സിദ്ദിഖ് കാപ്പനെ പോലെ ഒരു ഇസ്ലാമിക ജിഹാദിയെ പിടിച്ചുകൊണ്ട് പോയപ്പോ, രാജ്യദ്രോഹ കുറ്റത്തിന് പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ അടച്ചപ്പോ ഇത്രമാത്രം വേദനിക്കുന്ന എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല.
അത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് മനസ്സിലാവും. നിങ്ങൾ ഇസ്ലാമിക ജിഹാദികളുടെ സ്വാധീന വലയത്തിലോ പ്രലോഭനത്തിലോ അല്ലെങ്കിൽ ഭയപ്പാടിലോ പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ പ്രതികരിക്കാൻ പറ്റാത്തതെന്ന് മനസ്സിലാവും. പക്ഷെ ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, ഈ രാഷ്ട്രത്തിലെ രാജ്യദ്രോഹികളെ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ദേശീയ സമാജം, അതായത് ആയിരക്കണക്കിനായിട്ട് വർഷങ്ങളായിട്ട് ഈ രാഷ്ട്രത്തിന്റെ ഓരോ മണൽത്തരിയെയും സ്വന്തം അമ്മയെ പോലെ കണ്ടു വളർന്ന ദേശീയ സമാജത്തിന് ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ മുഖംമൂടികൾ പിച്ച് ചെയ്തേണ്ട സമയമായിട്ടുണ്ട്. ഈ തെറ്റുകൾ ഉറക്കെ വിളിച്ചു പറയേണ്ട സമയമായിട്ടുണ്ട്. ജിഹാദി ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം വെറും ഭരണകൂടത്തിന്റെ പോരാട്ടമല്ല, അത് ഈ നാടിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഓരോ ദേശസ്നേഹിയുടെയും പോരാട്ടമാണ്. ഓരോ ദേശസ്നേഹിയുടെയും വിശ്വാസമാണ്. ഓരോ ദേശസ്നേഹിയുടെയും രാഷ്ട്രത്തിന്റെ, ധർമ്മത്തിന്റെയും അഖണ്ഡതയുടെയും നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹത്രാസ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പരീക്ഷണശാലയാണ്. വരും ദിവസങ്ങളിൽ ഈ നാട്ടിലെ കപട മതേതരക്കാരുടെയും ഇടതുപക്ഷ ബുദ്ധിജീവികളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ പിന്തുണയോടുകൂടിയിട്ട്, വേണ്ടി വന്നാൽ ഭയം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ ഇതിന് കുടപിടിക്കുന്ന മാധ്യമങ്ങളുടെയും കൂടെ പിന്തുണ കൊണ്ടുകൂടിയിട്ട് ഇത്തരം നാടകങ്ങൾ ആവർത്തിക്കും. ഒരുപക്ഷെ നാളെ കേരളത്തിലും ആവർത്തിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ആവർത്തിക്കും. ആ സമയത്ത് ഈ നാട്ടിലെ ദേശീയ സമാജം ഇതിനെ സമചിത്തതയോടെ, ധൈര്യത്തോടെ, ധീരതയോടെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ആർജവം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് അത് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളെ മറ്റാരും രക്ഷിക്കത്തില്ല. ഈ രാഷ്ട്രത്തിന്റെ ധർമ്മത്തെയും ഈ രാഷ്ട്രത്തിന്റെ വിശ്വാസത്തെയും ഈ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയെയും സംസ്കാരത്തെയും സംരക്ഷിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഹത്രാസ് ഒരു പരീക്ഷണശാല മാത്രമാണ്. ഇന്ന് അധികാര തലങ്ങളിൽ മുതൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സേവന, മാധ്യമ രംഗങ്ങളിൽ എല്ലായിടത്തും ജിഹാദി ഭീകരവാദികള്, ISIയുടെ ഏജന്റുമാര്, ഐസിസിന്റെ മാനസികാവസ്ഥ ഉള്ളവർ എത്തിയിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ജാഗ്രതയോടുകൂടി, ധൈര്യത്തോടു കൂടിയിട്ട് ഈ വിപത്തിനെ നേരിടാൻ നമ്മൾ തയ്യാറാവണം. ഇങ്ങനെയുള്ള ജിഹാദി ഭീകരവാദികളെയും അവരുടെ സംഘടനകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും പരിപൂർണമായിട്ട് ഒറ്റപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണമെന്ന് മാത്രം പറയുന്നു. നമസ്കാരം. ജയ് ശ്രീറാം.